നൽകിയിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പല വ്യത്യസ്ത കലാരൂപങ്ങളും കൂടുതലായിട്ട് നമുക്ക് ഈ കലോത്സവ വേദികളിൽ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. ദേവിവിലാസം NSS ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന്റെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മംഗലം കളി കാണാനാണ്. അതിൽ നമുക്ക് കുറച്ചും കൂടി അവർക്ക് പ്രൗഡായിട്ട് പറയാൻ പോകുന്നത് കാസർഗോഡ് ജില്ലക്കാർക്കായിരിക്കും. കാരണം ഉത്തര മലബാറിൽ നിന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ കാസർഗോഡ് നിന്നുള്ള ഒരു തനത് കലാരൂപമാണ് മംഗലം കളി. മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ ആഘോഷമാണിത്. തുളുനാടിന്റെ തനിമയുമായി കാസർഗോഡ് സംഘങ്ങൾ ഇത്തവണയും കലോത്സവത്തിനെത്തി. കാസർഗോഡ് നിന്നുള്ളവരാണ് മംഗലം കളി പഠിപ്പിക്കാൻ മറ്റു ജില്ലകളിലേക്ക് എത്തിയത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അപ്പോ മംഗലം കളിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. ആ മണ്ണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ടുക, ആ മാണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ടുക, ആ മാണിനങ്കര സംഗട്ടി മധുമ്മളാതുണ്ടുക, ആ മാണിനങ്കര സംഗട്ടി മധുമ്മളാതുണ്ടുക. ഗോത്ര ജീവിതത്തിന്റെ തനത് താളങ്ങളിലൊന്ന് മംഗലം കളി. തുളുനാടിന്റെ ചരിത്ര വഴികളിൽ പിറവികൊണ്ട ഈ കലാവതരണം മാവിലന്മാരുടെയും മലവേട്ടുവന്മാരുടെയും ഹൃദയതാളം. അതേ സമുദായത്തിലെ തന്നെ കുട്ടികൾ കലോത്സവ വേദിയിൽ ചുവടുവെക്കുമ്പോൾ കരുത്ത് അല്പം കൂടും. ഗോത്രതാളത്തിനൊപ്പം മെയ്വഴക്കത്തിന് അഴകേറും. കാരണം ഇത് ഇവരുടെ ജീവിതഭാഗമല്ലോ. തലമുറകളായി കളിച്ചു വരുന്ന കലാരൂപമാണ് മംഗലം കളി. നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വീണപ്പോഴേ കണ്ടു വളരുന്ന ഒരു കളിയും കൂടിയാണ് മംഗലം കളി. അതുകൊണ്ട് നമുക്ക് ആരും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും നമുക്കറിയുന്ന ഒന്നും കൂടി മോൾഡ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. മറ്റു ജില്ലകളിൽ മംഗലം കളി പഠിപ്പിക്കുന്നവരിൽ ഏറെയും കാസർഗോഡുകാർ. കാസർഗോഡിൻ്റെ ഒരു തനത് കല മറ്റു കുട്ടികളും കൂടെ, അല്ലെങ്കിൽ കുട്ടികളിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളിലൂടെ അത് ലോകം മൊത്തം അറിയപ്പെടുകയും ചെയ്യുന്നു എന്നൊരു സന്തോഷമാണ് നമുക്കുള്ളത്. നമ്മളിപ്പോലുള്ള കുറേ ആൾക്കാർ അറിയപ്പെടുത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ വാദ്യോപകരണങ്ങൾ തുടി നിർമ്മിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കലോത്സവത്തിൽ വന്നുകൊണ്ട്. മംഗലം കളിയോടിണങ്ങി ഇതര ജില്ലകളിലെ കുട്ടികളും മാറ്റുരയ്ക്കുന്നു. നമ്മൾ വേറൊരു ജില്ലയിലെ ഒരു ഗോത്ര കലയാണ് കളിക്കുന്നതെങ്കിലും അത് നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ള സന്തോഷമുണ്ട്. കാരണം അവരാ ഒരു ഗോത്രകല ആരും അറിയാതെ പോവില്ലേ. അതിനൊരു ട്രഡീഷണൽ ആയൊരു രീതിയുണ്ട്. കുനിഞ്ഞു കളിച്ച് കാല് ഉരച്ച് വെച്ച്. അപ്പം ആദ്യം ഇത് ഉരയ്ക്കാനൊന്നും കിട്ടില്ലായിരുന്നു. കുനിഞ്ഞു കളിക്കുമ്പോൾ തന്നെ നടുവേദനയും ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഗോത്രഘോഷങ്ങളിൽ, അവരുടെ ആനന്ദങ്ങളിൽ മംഗലം കളിയുടെ ആരവമുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായതോടെ കല കാസർഗോഡ് ദേശത്തിനപ്പുറത്തേക്കും പന്തലിക്കുകയാണ്. കാസർഗോഡുകാരനായ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം തൃശ്ശൂരുകാരൻ സുർജിത്ത് അയ്യപ്പത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.